ഗായ്സ്, അപ്പോൾ എനിക്ക് ഫേസ് സ്കാനറുടെ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് കോസ്മെറ്റിക്സ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് സമാധാനമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാം. ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാട്ടോ. കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ട്. ലിപ്സ്റ്റിക്കുകളാണ് എനിക്ക് മെയിൻ. കോസ്മെറ്റിക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, രാവിലെ തന്നെ എണീച്ചപാട് ചായയൊക്കെ കുടിച്ചിരിക്കുന്ന ഇരിപ്പാണ്. അപ്പോൾ നമുക്കത് പൊട്ടിക്കാം എന്നൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ചാൽ മതി. എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് വേറെ ലക്കും ലെവലും ഇല്ലാത്ത എനിക്ക് ഡ്രസ്സും ഇതുപോലെ മേക്കപ്പ് സാധനങ്ങളെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സൊക്കെ ഒരുപാട് കിട്ടിയാലെങ്കിൽ മതിയാവില്ല. അതുപോലത്തെ ഒരു ഇതാണിത്. പെണ്ണുങ്ങൾക്ക് നോർമലി അങ്ങനെ ആയിരിക്കും എല്ലാവരും. എനിക്കറിയില്ല ആർക്കൊക്കെയാണ് ഇതുപോലെ കോസ്മെറ്റിക്സും ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരാരൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ അതിനുള്ളൊരു കാർബൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാർബോർഡ് പൊട്ടാണ്ടും ഇതാവാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടിട്ട് ലക്കം ലെവലുള്ള ഗൈസ്. അപ്പോൾ നമുക്കത് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് ഒരു 3-in-1 ഫൗണ്ടേഷൻ, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്, ഫേസ് കാനഡ മാറ്റ് കംഫ്യൂമർ മാവ്. അത് താഴെ വീണപ്പോൾ ഉള്ളൊരു എക്സ്പ്രഷൻ ആട്ടോ അത്. പിന്നെ അത് എനിക്ക് എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ ആലോചിച്ചപ്പോഴാണ് അത് ലിപ്സ്റ്റിക് ആണെന്ന് മനസ്സിലായത്. യെസ്, അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബ്രാൻഡിൻ്റെ ഒക്കെ യൂസ് ചെയ്യണം. ആകെ ഒരു ബ്രാൻഡഡ് ഐറ്റം ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാൻ അങ്ങനെ ബ്രാൻഡഡ് ഐറ്റം യൂസ് ചെയ്യുന്ന ഒരാളല്ല. കിട്ടിയതും കൊണ്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊരു ഷെയ്ഡ് റെഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അവനവിടെ ഇരുന്ന് കളിക്കുന്നതിൻ്റെ ഒച്ചപ്പാടാണ്. ഞാൻ അനിയത്തിക്ക് വാങ്ങിച്ചത്. അവൾ ഏവിയേഷൻ പഠിക്കുന്നതുകൊണ്ട് നെയിൽ പോളിഷൊക്കെയാണ്. പിന്നെ ഇത് ഐലൈനർ ആട്ടോ. പിന്നെ ഇത് സ്ട്രോക്ക് ക്രീം. യെസ്, സ്ട്രോക്ക് ക്രീം നല്ല ഗ്ലേസിംഗ് ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ അതൊരു കംഫ്യൂമാറ്റ് വാവുവിൻ്റെ ഒരു ഷെയ്ഡാണ്. പിന്നെ ഇത് എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായത് കൺസീലറാണ്. പിന്നെ ഇതൊരു സൺസ്ക്രീൻ വരുന്നത്. ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഇൻസ്റ്റയിൽ തന്നെ ഫോളോ ആക്കി വെച്ചോളൂ. അത് മോയ്സ്ചറൈസർ ആയിരുന്നു റെഡ് ബോട്ടിലുണ്ടായത്. ഇതും ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാട്ടോ. ഇതൊരു പിങ്ക് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് വരുന്നത്. എനിക്ക് എൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്, അവൻ്റെ സൗണ്ടാണോ? അവനവിടെ കളിപ്പാട്ടം കൊണ്ട് കച്ചറ. അപ്പോൾ നെക്സ്റ്റ് ഇത് സെറ്റിംഗ് സ്പ്രേ ആണ് വരുന്നത്. സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്യൂട്ടീഷ്യന്മാർ യൂസ് ചെയ്യണമല്ലാണ്ട്. പിന്നെ ഇത് ലാസ്റ്റത്തത് ഐ ഷാഡോ പാലറ്റാണ് എനിക്ക് വാങ്ങിച്ചപ്പോൾ കുറച്ച് സങ്കടമായത്. കാരണം 999 അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് ഐ ഷാഡോ പാലറ്റ് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ അത്ര റേറ്റിൻ്റെ വാങ്ങിച്ചത്. പക്ഷേ അത് ആകെ ഡാമേജ് ആയിരിക്കുമായിരുന്നു. ഞാൻ സീരിയസ്ലി എന്നൊക്കെ പറയുന്നത് എനിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. കാരണം അത്രക്കും ഞാൻ ആ റേറ്റ് ഞാൻ കുറേ ആലോചിച്ച് വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ. എനിക്ക് നല്ല വിഷമം. എൻ്റെ മുഖത്ത് അത് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഒരു വിഷമമായി എൻ്റെ മുഖത്ത്. അത്രയും സന്തോഷം പെട്ടെന്ന് തന്നെ ഒരു ഇതിലേക്ക് പോയി. അത് നല്ല വിഷമമായി. ഞാനപ്പോൾ അവർക്ക് ഈ ഡീറ്റെയിൽ അയച്ചിട്ടുണ്ട്. ഷിപ്പിങ്ങിലൂടെ ആണോ എന്നറിയില്ല. ഇപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.